GT ക്ലാസ്സസിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഏതാനും ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതാണല്ലോ കണ്ടത്. ഇനി ഈ ട്രാൻസാക്ഷൻസ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ നിന്ന് തുടങ്ങിയതെന്നൊരു സംശയം പലർക്കും ഉണ്ട്. ഇന്ന് അക്കൗണ്ടിങ് പഠിക്കുന്നവർ വലിയൊരു മല കയറുന്ന പോലെയുള്ള ബുദ്ധിമുട്ടോടു കൂടിയാണ് പലപ്പോഴും അക്കൗണ്ടിങ് പഠിക്കുന്നത്. അങ്ങനെ ഏറെ ബുദ്ധിമുട്ടി മലമുകളിൽ എത്തുമ്പോഴേക്കും അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ളൊരു എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന് പകരം നമ്മൾ ചെയ്തത് നേരെ ഹെലികോപ്റ്ററിൽ കയറി മലമുകളിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് പതുക്കെ മലയിറങ്ങി വരിക എന്നുള്ളതാണ്. മല കയറാൻ പോയ ഒരാൾ ഇടയ്ക്ക് മലയിടുക്കിൽപ്പെട്ടു പോയ കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലമുകളാകുന്ന ബാലൻസ് ഷീറ്റിലാണ്. അവിടെ നിന്ന് പതുക്കെ മലയുടെ അടിവാരമാകുന്ന ജേണൽ എൻട്രികളിൽ എത്തുമ്പോഴേക്കും ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ബൈഹാർട്ട് പഠിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിന്തിച്ച് പഠിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. അല്ലെങ്കിൽ ഒരിക്കൽ കൊമേഴ്സ് പഠിച്ചവർ വീണ്ടും ബേസിക് തലം തൊട്ട് അഡ്വാൻസ് തലത്തിലേക്ക് പോവേണ്ടതില്ല. നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ടാലി എന്നൊരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള വീഡിയോകളിൽ സോഫ്റ്റ്വെയറുകളെക്കുറിച്ച് കുറച്ച് വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടാലി എന്നതൊരു ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആണെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചതുകൊണ്ട് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോഫ്റ്റ്വെയറുകൾ എന്നത് അക്കൗണ്ടിങ് വേഗത്തിൽ ചെയ്തെടുക്കുന്നുള്ളൊരു സംവിധാനമാണ്. ഇന്ന് പാചകം ചെയ്യുന്നവർക്കറിയാം, പാചകത്തിന് ഇൻഡക്ഷൻ കുക്കർ, LPG സ്റ്റൗവ്, ബയോഗ്യാസ് അല്ലെങ്കിൽ അടുപ്പൊക്കെ ഉപയോഗിക്കാമല്ലോ. ഇതെല്ലാം ഉപയോഗിക്കാൻ അറിയാം എന്നതുകൊണ്ട് മാത്രം പാചകം ചെയ്യാൻ കഴിയുമോ? ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ പാചകം അറിഞ്ഞിരിക്കണ്ടേ? ഈ പാചക വിദ്യയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ പഠിക്കുന്നത്. അപ്പോൾ പാചകം ചെയ്യുന്നതിനുള്ള വിവിധങ്ങളായ മാർഗ്ഗങ്ങൾ പോലെയാണ് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ. മുൻപൊക്കെ സാധാരണ അടുപ്പിൽ വെച്ച് മാത്രം പാചകം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റു പലതും കണ്ടുപിടിച്ചതുപോലെ അക്കൗണ്ടിങ് ചെയ്യുന്നതിനും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. +1 അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്, കലയാണ്, വരച്ചെഴുതി ചെയ്യുന്നതാണെന്നൊക്കെ ബൈഹാർട്ട് പഠിച്ചിരുന്നിട്ട് മാത്രം കാര്യവുമില്ല. അപ്പോൾ നന്നായി കണക്കെഴുത്ത്, അതായത് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ എങ്ങനെ ചെയ്യുമെന്നാണ് പഠിക്കേണ്ടത്. അമ്മമാരിൽ നിന്ന് പാചകം പഠിക്കുന്നത് പോലെ അക്കൗണ്ടിങ് ചെയ്ത് പരിചയമുള്ളവരിൽ നിന്നത് പഠിച്ചെടുക്കുന്നത് ജോലി മേഖലയിൽ നിങ്ങളുടെ കഴിവ് കൂടുന്നതിന് സഹായിക്കും. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. ഏതൊരു ജോലി മേഖലയാണെങ്കിലും ചെയ്ത് പരിചയമുള്ളവരിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിലേക്ക് തന്നെ വരാം. ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ടാലി പ്രൈമാണ്. ഈ പഴയ വേർഷനുകളിൽ നിന്ന് നോക്കുമ്പോൾ ലുക്കിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ GSTയിലും ഇൻകം ടാക്സിലും ഒക്കെ വരുന്ന ഓരോ മാറ്റങ്ങളും ഇവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്ഥാപനം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഡ്രസ്വെൽ എന്നുള്ളതാണ്. ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കമ്പനിയിൽ പോയി ഡ്രസ്വെൽ എന്ന നമ്മുടെ സ്ഥാപനം ക്രിയേറ്റ് ചെയ്യുന്നു. അല്ല, ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ ക്ലാസ് കേൾക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം നന്നായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്ന് വെച്ച് ഓടിപ്പോകണ്ട. തൽക്കാലം ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ആദ്യത്തെ ക്ലാസ് കേട്ട് വീണ്ടും ഒന്നുകൂടെ വന്ന് ഇത് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കമ്പനി ക്രിയേഷൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ അത്ര ഡീറ്റെയിൽഡായിട്ട് വിവരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുന്നതാണ് ചെയ്യാനുള്ളത്, അല്ലേ? അതിനുവേണ്ടി ട്രാൻസാക്ഷന് കീഴിലുള്ള വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഏത് വൗച്ചർ ടൈപ്പാണ് എന്നുള്ളത് കൊടുക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ കൊടുക്കേണ്ടത് റിസീപ്റ്റ് എന്ന വൗച്ചറിലാണ്. കാരണം നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്, അല്ലേ? എന്തായിട്ടാണ് വന്നത്? ഓക്കെ, ഇവിടെ അക്കൗണ്ട് എന്ന സ്ഥലത്ത് ക്യാഷ് ഓർ ബാങ്ക് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ക്യാഷ് ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു.
ഇനി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ക്യാപിറ്റൽ എന്ന ലെഡ്ജർ. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ. എമൗണ്ട് എത്രയാണ്? 10 lakh അല്ലേ? ഓക്കെ, എൻട്രി നമ്മളിവിടെ നിന്ന് സേവ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ എൻട്രി കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് നോക്കണ്ടേ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വന്നതെന്ന് നോക്കൂ. ആദ്യത്തെ എൻട്രി കൊടുത്തു, ബാലൻസ് ഷീറ്റിലേക്ക് ആ എൻട്രി പോയിട്ടുണ്ട്. ക്യാപിറ്റൽ 10 lakh, ക്യാഷ് ഇൻ ഹാൻഡ് 10 lakh. രണ്ട് സൈഡും ഈക്വലാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത ഒരു ട്രാൻസാക്ഷനിലേക്ക് വരാം. അടുത്ത ട്രാൻസാക്ഷൻ എന്നത് 50,000 കമ്പ്യൂട്ടർ മേടിക്കുന്നതാണ് അല്ലേ. എല്ലാ എൻട്രികളും ട്രാൻസാക്ഷൻസിലെ വൗച്ചേഴ്സിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഏത് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യും? നമ്മൾ മേടിച്ചതൊരു അസറ്റാണ്, അതുകൊണ്ട് നമുക്കത് പർച്ചേസിൽ കാണിക്കാൻ പറ്റില്ല. സെയിൽസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസിൽ കാണിക്കുക. അപ്പോൾ അസറ്റ് കാണിക്കണമെങ്കിൽ നമുക്ക് ടാലിയിൽ അതിനുള്ള ഓപ്ഷൻ ജേണലാണ്. നോക്കിക്കേ, ജേണലിലേക്ക് വരുമ്പോൾ അത് ബൈ, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും ഇല്ലാതെ തന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലേ. പക്ഷേ ജേണലിലേക്ക് വരുമ്പോൾ ബൈയും ടൂവും ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തു ചെയ്യും? ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ മാനുവലി ആദ്യം തന്നെ ചെയ്തത്. ഇവിടെ ഏത് അസറ്റിലേക്ക് പോകണം, ഏത് ലയബിലിറ്റിയിലേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ അസറ്റ് സൈഡിൽ കാണിച്ചത് എന്തായിരുന്നു? അസറ്റ് സൈഡിൽ കമ്പ്യൂട്ടർ ആയിരുന്നു കാണിച്ചത്. ലയബിലിറ്റി സൈഡിൽ ഈ സൊല്യൂഷൻസുമാണ് കാണിച്ചത്. ഈ സൊല്യൂഷൻസിൽ നിന്നാണ് നമ്മൾ 50,000 കമ്പ്യൂട്ടർ വാങ്ങിയതല്ലേ. അപ്പോൾ അസറ്റ് സൈഡ് എന്നത് ഏത് സൈഡാണ്? അസറ്റ് സൈഡ് എന്നത് ഡെബിറ്റ് സൈഡാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ലയബിലിറ്റി സൈഡ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സൈഡെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ. ഒന്നുകൂടി ആവർത്തിക്കാം. അസറ്റ് സൈഡ് ഡെബിറ്റ് സൈഡും ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റ് സൈഡുമാണ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ബൈ എന്ന് പറഞ്ഞ് ഏത് സൈഡിലേക്കാണ് പോകുന്നത്? ഡെബിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് ലെഡ്ജറാണ്? ഏത് ലെഡ്ജറായിരിക്കും? കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ലെഡ്ജർ അല്ലേ. കമ്പ്യൂട്ടർ അണ്ടർ ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലേ. എമൗണ്ട് 50,000. ദെൻ ബൈ കഴിഞ്ഞാൽ പിന്നെ 2 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എൻട്രി ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ക്രെഡിറ്റ് സൈഡിലേക്ക് പോകേണ്ടത് ഏതാണ്? ഈ സൊല്യൂഷൻസ് അല്ലേ. ഈ സൊല്യൂഷൻസ് അണ്ടർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കാരണം നമ്മൾ അസറ്റാണ് പർച്ചേസ് ചെയ്തത്, അതുകൊണ്ടാണ് അണ്ടർ കറണ്ട് ലയബിലിറ്റീസിൽ കൊടുക്കുന്നത്. എമൗണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ 50,000 വന്നു. നമ്മുടെ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ
ഐഡിയ ഉണ്ടായിരിക്കണം ബാലൻസ് ഷീറ്റിനെ കുറിച്ച്. കമ്പ്യൂട്ടർ എവിടെ കാണിക്കും, നമ്മുടെ ഈ സൊല്യൂഷൻസ് എവിടെ കാണിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ആ എൻട്രി ഈസി ആയിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇതൊരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ഒത്തിരി അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല, കാരണം ഞങ്ങളൊക്കെ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ്. ഇനി നമ്മുടെ റിസൾട്ട് നോക്കാം അല്ലേ. ബാലൻസ് ഷീറ്റ് നോക്കിക്കേ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വന്നില്ലേ. ക്യാപിറ്റലും ക്യാഷ് ഇൻ ഹാൻഡും അവിടെ 10 lakh ആയിട്ട് നിൽക്കുന്നു. കമ്പ്യൂട്ടർ 50,000 അസറ്റ് വന്നിട്ടുണ്ട്. ഈ സൊല്യൂഷൻസ് 50,000 വന്നിട്ടുണ്ട്. ടോട്ടൽ 10 lakh 50,000 രണ്ട് സൈഡും. രണ്ടും തമ്മിൽ ടാലിയായി അല്ലേ. ഇനി അടുത്തൊരു ട്രാൻസാക്ഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അടുത്ത ട്രാൻസാക്ഷൻ ഏതാ? അടുത്ത ട്രാൻസാക്ഷൻ ഈ സൊല്യൂഷൻസിന് 50,000 കൊടുക്കുന്നതാണ്. വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കൊടുക്കുകയാണ് 50,000. ഏത് വൗച്ചർ ടൈപ്പ് ആയിരിക്കും? പേയ്മെൻറ്റ് എന്ന വൗച്ചർ ടൈപ്പാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആദ്യത്തെ ഒരു എൻട്രി ചെയ്തത് സിംഗിൾ എൻട്രി മോഡിലായിരുന്നു. പൊതുവേ നമ്മളെല്ലാ എൻട്രികളും ചെയ്യുന്നത് സിംഗിൾ എൻട്രി മോഡിലാണ്. പിന്നെ ഒരു മോഡ് കൂടിയുണ്ട്, ഡബിൾ എൻട്രി മോഡ്. മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡബിൾ എൻട്രി മോഡും ഉണ്ട്, സിംഗിൾ എൻട്രി മോഡും ഉണ്ട്. ഈ ഡബിൾ എൻട്രി മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബൈയും ടൂവും ജേണലിൽ കണ്ടതുപോലെ ബൈയും ടൂവും ഒക്കെ ഉണ്ടാവും. പ്രാക്ടിക്കലി നമുക്ക് എല്ലാ എൻട്രികളും അങ്ങനെ ചെയ്യേണ്ടതില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നത് സിംഗിൾ എൻട്രി മോഡിലാണ് പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജേണൽ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ? ഈ ഡബിൾ എൻട്രിയുടെ ഒരു ആവശ്യം വരുന്നുള്ളൂ. മറ്റെല്ലാ ട്രാൻസാക്ഷനും സിംഗിൾ എൻട്രിയിൽ ചെയ്യുന്നതാണ് നല്ലത്. പ്രാക്ടിക്കലി നമുക്കത് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റിൽ നമ്മുടെ ഈ സൊല്യൂഷൻസിന് 50,000 കൊടുക്കുകയാണല്ലേ. അക്കൗണ്ട് എന്ന സ്ഥലത്ത് ഒന്നുമല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ ക്യാഷാണോ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ബാങ്കിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യണം. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്, അതുകൊണ്ട് ക്യാഷ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ സൊല്യൂഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ സൊല്യൂഷൻസിനാണല്ലോ കൊടുക്കുന്നത് 50,000 അല്ലേ. ഓക്കെ, ട്രാൻസാക്ഷൻ നമ്മളവിടെ സേവ് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നോക്കിക്കേ, നമ്മുടെ അസറ്റ് സൈഡിൽ കമ്പ്യൂട്ടർ 50,000 ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 50,000 കുറഞ്ഞ് 9,50,000 ആയിട്ടുണ്ട്. ക്യാപിറ്റൽ അവിടെ 10 lakh ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെയും ഇത് ടാലിയായി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതും ടാലിയായി. ഇനി ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞു തരാം. നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലും ടാലി സോഫ്റ്റ്വെയറിൽ എല്ലാം ടാലിയാക്കി കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ടാലിയിൽ ടാലിയായി എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും ശരിയാവണമെന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്, കാരണം നമ്മൾ മാനുവലി ചെയ്ത് നോക്കിയായിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുകൂടിയാണ് നമ്മൾ പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചതുകൊണ്ട് നല്ലൊരു അക്കൗണ്ടൻ്റ് ആകുന്നില്ല. മറിച്ച് നമ്മൾ ആ ഒരു മാനുവൽ ഐഡിയ നമുക്ക് മനസ്സിൽ വേണം. അതായത് മാനുവൽ അക്കൗണ്ടിങ്ങിലും സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ്ങിലും ഒരുപോലെ കഴിവുള്ളപ്പോഴാണ് ഒരാൾ നല്ലൊരു അക്കൗണ്ടൻ്റായി മാറുക. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ ക്വിക്ക് ബുക്ക് എന്ന മറ്റൊരു സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ മനസ്സിലായില്ല, അപ്പോഴാണ് അടുത്ത ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നത് എന്നുള്ളത്.
നമ്മളിവിടെ ഈ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചുള്ളൊരു ഓവർവ്യൂ മാത്രമാണ് ഒന്ന് നോക്കുന്നത്. ഡീറ്റെയിലായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സോഫ്റ്റ്വെയറുകളൊന്നും മനസ്സിലായില്ല എന്ന ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട. ഈ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മല കയറുന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവില്ല. കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആവും. നമ്മുടെ പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.